ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻക്വയറി ബൈ ദി രജിസ്ട്രാർ, സെക്ഷൻ 65 ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. Enquiry by the registrar. Here the section 65 of the Kerala Cooperative Societies Act deals with the enquiry. As per this section, the registrar is empowered to enquire into the constitution, working and financial conditions of the society. As per section 65 or 65 empowers the registrar to enquire into the matters relating to the cooperative society. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഒന്ന്, വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ആൻ എൻക്വയറി മേ ബി ഓർഡേഡ്, ആൻഡ് ദി പവേഴ്സ് ഓഫ് ദി എൻക്വയറി ഓഫീസർ. ദ രജിസ്ട്രാർ ഓർ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഷാൽ ഹാവ് സെർട്ടൻ പവേഴ്സ് ഫോർ ദി പർപ്പസ് ഓഫ് കണ്ടക്ടിങ് എൻക്വയറി. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് പറയുന്നത്, ദെൻ അണ്ടർ സെക്ഷൻ 65 എൻക്വയറി മേ ബി ഓർഡേഡ് ഇൻ സെർട്ടൻ കേസസ്. ഓക്കെ, അതിനാണ് നമ്മൾ സാധാരണ കേസ് പറയുന്നത്. ഏതാണ്? വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ആൻ എൻക്വയറി മേ ബി ഓർഡേഡ്. ഫസ്റ്റ് കേസ് പറയുന്നത്, ഓൺ ഹിസ് ഓൺ മോഷൻ ദ രജിസ്ട്രാർ ഹിംസെൽഫ് ഡിസൈഡഡ് ടു മേക്ക് ആൻ എൻക്വയറി. ഓക്കെ, അല്ല സ്വമേധയാ, നമ്മൾ പറഞ്ഞത് സ്വമേധയാ കേസെടുത്തു, ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു, അല്ല സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, അവിടെ രജിസ്ട്രാർ സ്വമേധയാ തീരുമാനിക്കുന്നു, അല്ലേ? ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ഹിസ് ഓൺ മോഷൻ സ്വമേധയാ എന്ത് ചെയ്യാം, എൻക്വയറി ഓർഡർ ഇടാം. രണ്ടാമത്തെ കേസ്, ഓൺ ആൻ എൻക്വയറി റിപ്പോർട്ട് ഓഫ് ദ വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A. അപ്പോൾ ഏതെങ്കിലും മാറ്റേഴ്സിൽ സെക്ഷൻ 68A പ്രകാരം അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം എൻക്വയറിക്ക് ഓർഡർ ഇടാം. മൂന്നാമത്തെ കേസ്, ഓൺ എ റിപ്പോർട്ട് ഓഫ് ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 63. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്ററുടെ റിപ്പോർട്ട് പ്രകാരം, അല്ലെ, ഇഫ് ഓഡിറ്റ് ഡിസ്ക്ലോസസ് എനി സീരിയസ് ഡിഫക്റ്റ് ഇൻ ദി വർക്കിംഗ് ഓഫ് ദി സൊസൈറ്റി, ദെൻ ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദി ഓഡിറ്റ് റിപ്പോർട്ട്. അല്ലെ, ഓഡിറ്റ് സെക്ഷൻ 63 പ്രകാരം ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം, അല്ലെ, സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്തപ്പോൾ, അല്ലെ, സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ദെൻ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, സീരിയസ് ആയ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയും. ദെൻ ഓൺ ദ ബേസ് ഓഫ് ദിസ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് appointed under section 63, the registrar may make an order for the enquiry. Then fourth one, on an application by the majority of members of the committee or 1/3 of the quorum for the general body meeting, whichever is less. അതായത് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റിയിലെ മജോറിറ്റി ഓഫ് മെമ്പേഴ്സോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 1/3 ഓഫ് ദി കോർ ഫോർ ജനറൽ ബോഡിയുടെ കോറത്തിൻ്റെ 1/3. ഓക്കെ, കോറം ഫോർ ജനറൽ ബോഡി നമുക്കറിയാം 20% ആണ്, അല്ലേ? അപ്പോൾ സൊസൈറ്റിയുടെ 20%ൻ്റെ 1/3 മെമ്പേഴ്സ് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യാം, ഏതാണ് കുറവ് അത്രയും മെമ്പേഴ്സ് ആവശ്യപ്പെട്ട് എന്ത് ചെയ്യാം, എൻക്വയറിക്ക് രജിസ്ട്രാർക്ക് ഓർഡർ ഇടാം. ആൻഡ് ഫിഫ്ത്ത് വൺ, ഓൺ ആപ്ലിക്കേഷൻ ഓഫ് അപ്പെക്സ് സൊസൈറ്റി ഓർ ഫിനാൻസിങ് ബാങ്ക്. അപ്പെക്സ് സൊസൈറ്റിയുടെ കൺസേൺ അപ്പെക്സ് സൊസൈറ്റിയോ അതുപോലെ ഫിനാൻസിങ് ബാങ്കോ ആവശ്യപ്പെട്ടാലും എന്ത് ചെയ്യും, എൻക്വയറിക്ക് ഓർഡർ ഇടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുക, എൻക്വയറി ഓർഡർ ഇടുക. ഓക്കെ, 5 കാര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ആൻ എൻക്വയറി മേ ബി ഓർഡേഡ് എന്ന ക്വസ്റ്റ്യനാണത്. ദെൻ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണത്. 5 കാര്യങ്ങൾ, ഓൺ ഹിസ് ഓൺ മോഷൻ, ഓൺ ആൻ എൻക്വയറി റിപ്പോർട്ട് ഓഫ് വിജിലൻസ് ഓഫീസർ, ദെൻ ഓൺ എ റിപ്പോർട്ട് ഓഫ് ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് or an application by the majority of the members of the committee or 1/3 of the quorum for general body, then application of the apex society or financing bank. ഇപ്പോൾ ഇത്രയും കേസ് എന്ത് ചെയ്യാം, രജിസ്ട്രാർക്ക് എൻക്വയറി, അല്ല, എൻക്വയറിക്ക് ഓർഡർ ഇടാനുള്ള പവർ ആർക്കേ ഉള്ളൂ, രജിസ്ട്രാറാണ് ഓർഡർ ഇടുക. ഈ കേസിൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, എൻക്വയറി ഓർഡർ ചെയ്യാം. ഇനി ദ രജിസ്ട്രാർ ഓർ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഷാൽ ഹാവ് സെർട്ടൻ പവേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ആൻ എൻക്വയറി. In order to conduct an enquiry, then as section 65 provides certain powers to registrar or the person authorized by the registrar. Okay, first power നോക്കാം. He shall at all reasonable time have free access to books, accounts, documents and other properties belonging to or in the custody of the society. അപ്പോൾ സൊസൈറ്റിയുടെ ബുക്സും അക്കൗണ്ട്സും ഡോക്യുമെൻസും എല്ലാം പ്രോപ്പർട്ടീസൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്,
എൻക്വയറി ഓഫീസർക്കുണ്ട്. ഹി ഷാൽ ഹാവ് ഫ്രീ ആക്സസ് അല്ലേ, ഏത് സമയത്തും എന്ത് ചെയ്യുക, സൊസൈറ്റിയുടെ ഡോക്യുമെൻറ്റ്സ്, ബുക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സും പരിശോധിക്കാനുള്ള റൈറ്റ് ഓൾ റീസണബിൾ ടൈം, അറ്റ് ഓൾ റീസണബിൾ ടൈം മീൻസ് അതാണ് യൂഷ്വലി ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സിൽ എന്ത് ചെയ്യാം, സൊസൈറ്റിയുടെ ബുക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാനുള്ള പവർ എൻക്വയറി ഓഫീസർക്കുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, he may summon any person in possession of or responsible for the custody of the books and documents. ഓക്കെ, ബുക്സ് ആൻഡ് അക്കൗണ്ട്സ്. അതായത് എന്ത് ചെയ്യാം, he may summon any person in possession of the responsible or responsible for the custody of the above books and documents. ഓക്കെ, എന്ത് ചെയ്യുക, സമൻസ് ഇഷ്യൂ ചെയ്യാൻ റൈറ്റ് ഉണ്ട് അല്ലേ. സമൻസ്, വാട്ട് ഈസ് സമൻസ് അല്ലേ, സമൻസ് ഈസ് എ ഓർഡർ അല്ലേ, ഡയറക്റ്റിംഗ് എ പേഴ്സൺ ടു പ്രസൻറ്റ് ബിഫോർ ദി ഇഷ്യൂയിങ് അതോറിറ്റി ഓൺ ദി ടൈം ആൻഡ് പ്ലേസ് ആൻഡ് ഡേറ്റ് മെൻഷൻഡ് ദെയറിൻ. അതായത് സമൻസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഡേറ്റിന് എന്ത് ചെയ്യാം, ഒരു അതോറിറ്റിയുടെ മുന്നിൽ ഹാജരാവാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണെന്ന് പറയുക സമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ആരാണോ ഈ ബുക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സിന് റെസ്പോൺസിബിൾ അല്ലെ, മേ ബി ദി ക്യാഷ്യർ ഓർ ദി ഹെഡ് ഓഫ് അക്കൗണ്ടൻറ്റ് ഓർ ദി സെക്രട്ടറി, then the society here the enquiry officer, that means or registrar, direct or summon such a person to present before the office of the registrar, okay, or enquiry officer. അപ്പോൾ സമൻസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മൂന്നാമത്തേത്, ഹി മേ റിക്വസ്റ്റ് എനി പേഴ്സൺ ഹൂ ഹാസ് നോളജ് ഓഫ് എനി ഓഫ് ദി അഫയേഴ്സ് ഓഫ് സൊസൈറ്റി ടു ഡിസ്ക്ലോസ് ബിഫോർ ഹിം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും മാറ്റേഴ്സിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ, അല്ല നമ്മൾ സാക്ഷികൾ എന്നൊക്കെ വിറ്റ്നസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ അറിയുന്നവരുണ്ട് എന്ത് ചെയ്യുക, ഹി മേ റിക്വസ്റ്റ് എനി പേഴ്സൺ ഹൂ ഹാസ് ദ നോളജ് ഓഫ് എനി ഓഫ് ദി അഫയേഴ്സ് ഓഫ് സൊസൈറ്റി ടു ഡിസ്ക്ലോസ് ബിഫോർ ഹിം. ഓക്കെ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അയാളുടെ മുന്നിൽ അറിയിക്കാനുള്ള ആവശ്യപ്പെടാം. നാലാമത്തേത്, ലാസ്റ്റ് വൺ, ദ രജിസ്ട്രാർ റിക്വസ്റ്റ് ദ കമ്മിറ്റി ടു കോൾ എ ജനറൽ ബോഡി മീറ്റിംഗ് ഓർ ഹിംസെൽഫ് കോൾ എ ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗ് കോൾ ഫോർ ചെയ്യാനുള്ള പവറുണ്ട്. ഓക്കെ, കമ്മിറ്റിയോട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്വമേധയാ ജനറൽ ബോഡി മീറ്റിംഗ് കോൾ ഫോർ ചെയ്യും. ദെൻ ദ രജിസ്ട്രാർ മേ കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ഓഫ് ദി എൻക്വയറി ടു ദ ഫിനാൻസിംഗ് ബാങ്ക് ആൻഡ് സർക്കിൾസ് ഓർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആസ് ദി കേസ് മേ ബി. അപ്പോൾ എൻക്വയറി നടത്തി കഴിഞ്ഞാൽ എൻക്വയറിയുടെ ഡീറ്റെയിൽസ് ആരെ അറിയിക്കണം, ഫിനാൻസിംഗ് ബാങ്കിനെയും അതുപോലെ തന്നെ സർക്കിൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെയും അറിയിക്കണം. വെൻ ആൻ എൻക്വയറി മെയ്ഡ് അണ്ടർ ദിസ് സെക്ഷൻ റിവീൽസ് എനി മൈനർ ഡിഫക്റ്റ്, the registrar may direct the society to take suitable action to rectify the defect within the specified time. അപ്പോൾ ഈ എൻക്വയറി നടത്തിയത് വഴി ഏതെങ്കിലും ചെറിയ ഡിഫക്റ്റ് മാത്രമാണ് കണ്ടെത്തുന്നതെങ്കിൽ എന്ത് ചെയ്യും, രജിസ്ട്രാർ ആ സൊസൈറ്റിയോട് എന്ത് ചെയ്യും, ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ ആവശ്യപ്പെടും. ഓക്കെ, ആൻഡ് ദ എൻക്വയറി മെയ്ഡ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months. എൻക്വയറിയുടെ കാലാവധി എന്ന് പറയുന്നതാണ് 6 മാസത്തെ പീരീഡിനുള്ളിൽ എന്ത് ചെയ്യണം, എൻക്വയറി കംപ്ലീറ്റ് ചെയ്യണം. ഇനി the registrar on completion of the inquiry finds that any major defect in the constitution or working or financial condition of the society, he may initiate action in accordance with the provisions of section 32. അപ്പോൾ എൻക്വയറിയിൽ മൈനർ ഡിഫക്റ്റ് ആണെങ്കിൽ സൊസൈറ്റിയോട് റെക്ടിഫൈ ചെയ്യാൻ ആവശ്യപ്പെടും. ഇനി ഇഫ് ദി എൻക്വയറി റിവീൽസ് എനി മേജർ ഡിഫക്റ്റ് ഇൻ ദി വർക്കിംഗ് ഓഫ് ദി സൊസൈറ്റി, then he may initiate action in accordance with the section 32. അപ്പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും സീരിയസ് ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെക്ഷൻ 32 പ്രകാരം ആക്ഷൻ എടുക്കാൻ രജിസ്ട്രാർക്ക് പവറുണ്ട്. അതായത് സെക്ഷൻ 32 മീൻസ് സൂപ്പർസെഷൻ ഓഫ് ദി കമ്മിറ്റീനെ പിരിച്ചുവിടാനുള്ള നടപടികൾ എടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, രജിസ്ട്രാർക്ക് പവർ ഉണ്ട്. ദെൻ ദീസ് ആർ ദി matters specified under section 65 of the KCS Act relating to enquiry by the registrar. Okay.